1995 പട്ടികജാതി വകുപ്പിൻ്റെ കീഴിൽ പത്തനംതിട്ടയിൽ സുബല പാർക്ക് ആരംഭിക്കുന്നത്. സുബല പാർക്കിൽ പ്രധാനമായും പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യൽ പരിശീലന കേന്ദ്രമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. പിന്നീട് ഒരു വർഷത്തോളം പ്രവർത്തിച്ചെങ്കിലും പിന്നീട് അധികൃതരുടെ അനാസ്ഥ കാരണം ഇത് നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഒരു 30 വർഷമായി നഗരഹൃദയത്തിലെ ഈ 30 ഏക്കർ സ്ഥലവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളെല്ലാം കാട് കയറി നശിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ വിഷയമാണ് ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിരവധി പരാതികളൊക്കെ നാട്ടുകാരും ഒപ്പം പ്രദേശവാസികളും ഇതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകളും സർക്കാരിന് സമർപ്പിച്ചിട്ടും ഇന്നും ഈ സുബല പാർക്കിൻ്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ്, അനിശ്ചിതത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് കാട് കയറി നശിച്ച ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പത്തനംതിട്ട നഗരസഭയുടെ കൗൺസിൽ കൂടിയായ CK അർജുനൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് സാർ ഇതിൻ്റെ ഇത് തടസ്സപ്പെടാനുള്ള കാരണം എന്താണ്? പട്ടികജാതി വികസന വകുപ്പിലായതുകൊണ്ട് മാത്രമാണ് ഈ പ്രോജക്റ്റ് ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നത്. ഇത് സാമൂഹ്യ വിരുദ്ധന്മാർക്കും സാമൂഹ്യ ദ്രോഹികൾക്കും അഴിഞ്ഞാടാനുള്ളൊരു പ്രദേശമായി തന്നെ മാറിയിരിക്കുന്നു. ഈ പ്രദേശത്ത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്തൂടി പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതിപ്പോൾ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രമായിട്ടും സാമൂഹ്യ വിരുദ്ധന്മാർക്ക് അവരുടെ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിടമായിട്ട് ഗവൺമെൻറ് തലത്തിൽ പണിഞ്ഞിട്ടിരിക്കുന്ന ഒരു കെട്ടിടമായിട്ടാണ് ഇപ്പോൾ സുബല പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഒത്തുകൂടിക്കൊണ്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഒത്തുകൂടിക്കൊണ്ട് അതിനൊരു ഉദ്ഘാടനം നടത്തിയിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് സുബല പാർക്ക് എന്ന് പറയുന്നത്. ഇത് പൂർത്തീകരിച്ചാൽ ഈ പ്രദേശത്ത് തന്നെയല്ല, പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന് തന്നെ വലിയൊരു ഉണർവുണ്ടാവും. നമുക്കറിയാം, ജില്ലാ ആസ്ഥാനത്ത് വിനോദത്തിനോ വിജ്ഞാനത്തിനോ യാതൊരു വിധമാകുന്ന സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഈ 5.5 ഏക്കർ സ്ഥലവും ഈ ബിൽഡിങ്ങും പാതി പണിഞ്ഞ ഈ ബിൽഡിങ്ങും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ജനങ്ങൾക്കുള്ളത്? ഗവൺമെൻറ് എന്ത് പ്രയോജനമാണുള്ളത്? ഗവൺമെൻറ് എത്രയോ നിവേദനങ്ങൾ കൊടുത്ത് എത്രയോ സമരങ്ങൾ നമ്മൾ കളക്ടറുടെ മുമ്പിൽ നടത്തിയിട്ടുണ്ട്. കളക്ടറാണ് ഇതിൻ്റെ ചെയർമാൻ. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ശ്രീമതി വത്സലാകുമാരി ഇവിടെ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് സുബല പാർക്ക് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത് ഒരു വലിയൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആ സൊസൈറ്റിയിൽ നിന്നും പട്ടികജാതിക്കാർക്ക് വരുമാനം ഉണ്ടാകത്തക്ക രീതിയിൽ അവരുടെ സാമ്പത്തിക പുരോഗതി, സാമൂഹ്യ പുരോഗതിയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ആ പദ്ധതി ആവിഷ്കരിച്ചതിന് ശേഷം ഇവിടെ പിന്നീട് വന്നിട്ടുള്ള കളക്ടർമാരും ഈ പ്രദേശത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എല്ലാ കളക്ടർമാരും വരുമ്പോൾ സുബല പാർക്ക് ഒരു സന്ദർശനം എന്ന് പറഞ്ഞാൽ വലിയൊരു വാർത്ത സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വിഭാഗത്തിന് ഗുണം വരുത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തികൾക്കും മുൻകൈ എടുക്കാനായിട്ട് കളക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ മുനിസിപ്പൽ കൗൺസിലർ ആയതിനു ശേഷം എത്രയോ പ്രാവശ്യം കളക്ടർമാരെ പോയി കാണുന്നു. ഇവിടെ ഷിബു സാർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അദ്ദേഹം വളരെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഡയറക്ടറേറ്റ് വരികയൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് ഗവൺമെൻറ് ട്രാൻസ്ഫർ കൊടുത്ത് അത് പോയി. അതിനുശേഷം ഇപ്പോൾ പ്രേംകുമാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ 25 ലക്ഷം രൂപ അനുവദിച്ചു, 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ വളരെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തികൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഈ എന്താ പറയുക, ഇഴഞ്ഞു പോകുന്ന ഈ മെല്ലപ്പോക്ക് നയം ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കാകെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പോകുന്നത്. ഇവിടെ ഒരു കൊലപാതകം രാത്രി കാണാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാരെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. പോലീസ് വിളിച്ചാൽ വരില്ല, ആരും ഇങ്ങോട്ട് രാത്രി കാലങ്ങളിൽ വരില്ല. കാര്യം ഇവിടെ ഒരു ഇടത്താവളമായിട്ട് വന്നിരിക്കുകയാണ്. ചമ്പൽക്കാട് പോലെ കിടക്കുകയാണത്. കാട് പിടിച്ച് പാമ്പ് വളർത്തൽ കേന്ദ്രമായിട്ട് കിടക്കുകയാണ്. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് തുറന്നിട്ടിരുന്ന സമയത്ത് ജനങ്ങളൊക്കെ വന്ന് ഇതൊക്കെ തുറന്ന് കയറി കാടൊക്കെ പറിച്ച് കളയുകയും പശുവിനെ വളർത്തുകയൊക്കെ ചെയ്യുവാൻ. ഇപ്പം പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല സേഫായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി കണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് ജനപ്രതിനിധികൾ ആരും തന്നെ ഇല്ല. MLA ഇല്ല, മുനിസിപ്പൽ ചെയർമാനില്ല, വാർഡ് കൗൺസിലറില്ല, ആരുമില്ല. ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ, പ്ലാനിംഗ് ബോർഡ് മെമ്പർ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, RDO, ADM ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിക്കുന്നത് അവർക്ക് തന്നാക്കണമെന്ന് യാതൊരു പ്രയോജനമില്ല, അവർക്ക് യാതൊരു ആഗ്രഹമില്ല. ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കളക്ടറുടെ ഭാഗത്തുള്ള ആളുകളുടെയൊക്കെ സമീപനം എങ്ങനെയാണ്? കളക്ടറെ കാണാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ രസമാണ്. ജനപ്രതിനിധികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊന്നും ഒട്ടും സമയമുള്ള ആൾക്കാരല്ല. ഞങ്ങളവിടെ ചെന്നാൽ കളക്ടർ എപ്പോഴും മീറ്റിങ്ങിലായിരിക്കും. ഞങ്ങൾ മണിക്കൂറുകൾ അവിടെ നിന്നതിന് ശേഷം മാത്രമേ കളക്ടറെ കയറി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കളക്ടറെ കാണാൻ പോകാൻ നമുക്ക് മടിയാണ്. കാര്യം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനപ്രതിനിധികളെന്നുള്ള നിലയ്ക്ക് കളക്ടറെ പോലെയല്ല, ഞങ്ങൾക്ക് പിയൂണുമാരും സെക്രട്ടറിമാരും ഒന്നുമില്ല. ഞങ്ങൾക്ക് ധാരാളം പണികളുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ മണിക്കൂറുകൾ എന്തെങ്കിലും മാത്രമേ കളക്ടറെ കാണാൻ കഴിയുള്ളൂ. പിന്നെ കളക്ടറെ കയറി കണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്തെങ്കിലും ഒരു ഉപാധി പറഞ്ഞാൽ നമ്മളെ പറഞ്ഞു വിടും. ഇതാണ് നടക്കുന്നത്. പക്ഷേ അതുപോലെ കളക്ടർ ഇതിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ഞങ്ങൾ ധാരാളം പ്രാവശ്യം ആവശ്യപ്പെട്ടു. MLA പറഞ്ഞു, മുനിസിപ്പൽ ചെയർമാനോട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെയ്തൊരു കാര്യം, ഒരു മുനിസിപ്പൽ കൗൺസിൽ എന്നുള്ള നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിലിൽ ഈ വിഷയം ഞാനും പ്രതിപക്ഷ നേതാവുമായിട്ട് ഒരു പ്രമേയമായി തന്നെ അവതരിപ്പിച്ചു. സുബല പാർക്കിൻ്റെ വിഷയം ഒരു പ്രമേയമായി അവതരിപ്പിക്കുകയും
നഗരസഭാ ചെയർമാൻ വളരെയേറെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു 93 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നു. അത് അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട ME അടക്കമുള്ളവർ അതിനകത്ത് മുൻകൈ എടുത്തുകൊണ്ട് 93 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. 93 ലക്ഷം രൂപ അനുവദിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുളം വൃത്തിയാക്കുക, അവിടെ ബോട്ട് റേസിംഗ് തുടങ്ങുക, നീന്തൽ, ആ കുളത്തിന് ചുറ്റും നടപ്പാത, അവിടെ ആൾക്കാർക്ക് രാവിലെയും വൈകിട്ട് വന്ന് നടക്കാനുള്ള നടപ്പാതയും ബോട്ട് റേസിങ്ങിനുള്ള സംഭവം അതിനകത്ത് ടൈലൊക്കെ ഇട്ട് അത് വൃത്തിയാക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് തുടങ്ങിയത്. അതിന് അനുമതിക്ക് വേണ്ടിയിട്ട് എത്രയോ തവണ SC വകുപ്പിൻ്റെ ഡയറക്ടറേറ്റ് കയറി അനുമതി വാങ്ങിയിട്ട് വന്നിട്ട് പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ അവരുണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ വകുപ്പിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പട്ടികക്കാർ ഒരു കാര്യത്തിന് വേണ്ടി സമരവും മറ്റു കാര്യങ്ങളും ആവശ്യമായിട്ട് നിൽക്കുന്ന ഈ പ്രക്ഷോഭങ്ങളോട് സംഘടിപ്പിച്ച സമയത്ത് എല്ലാ ആൾക്കാരും, ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും നാടിൻ്റെ ഒരു വികസനം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ ജാതി മതസ്ഥരും ആ സമരത്തിൽ പങ്കെടുത്തവരെ പല പ്രാവശ്യം സമരങ്ങൾ നമ്മുടെ കളക്ടറേറ്റിലേക്കുള്ള സമരങ്ങൾ നടത്തുന്നത്. കളക്ടറാണ് ഇതിൻ്റെ ചെയർമാൻ, ഈ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കളക്ടറാണ്. അത് കാലാകാലങ്ങളിൽ വന്ന കളക്ടർമാരാണ്. അങ്ങനെയാണ് സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ സമരങ്ങൾ നടത്തുമ്പോൾ നമ്മളൊരു നിവേദനം കൊടുക്കും. ആ നിവേദനം അതോടുകൂടി അത് അവസാനിച്ചു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിധമാകുന്ന അറിയിപ്പുകളോ അല്ല മറ്റു കാര്യങ്ങളോ ഒന്നും കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാവും, വരുന്ന കാലാകാലങ്ങളിൽ വരുന്ന കളക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ കുട്ടിക്കും കൊച്ചുമക്കളുണ്ടായിട്ട് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. 2 തലമുറ 3 തലമുറ കഴിഞ്ഞിട്ടും ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. സാങ്കേതിക തടസ്സം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇതിനകത്തുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 1-ാം ഘട്ടത്തിന് വേണ്ടി 2,80 ലക്ഷം രൂപ അനുവദിച്ചു. ആ 2,80 ലക്ഷം അനുവദിച്ചിട്ട് പണികൾ 1-ാം ഘട്ടം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് ഉദ്ഘാടനവും നടത്തി. അത് 2-3 ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനം നടത്തിയതിന് ശേഷം ഫണ്ട് ഗവൺമെൻറ് ഉണ്ടെന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് പദ്ധതി നടത്തുന്നില്ല, പണികൾ തുടങ്ങുന്നില്ല? ഇങ്ങനെയാണോ ഒരു പദ്ധതി ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് വെച്ചാൽ ഇങ്ങനെയാണോ പദ്ധതി പോകുന്നത്? എന്ത് ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ വത്സലാകുമാരി ഈ പദ്ധതി തുടങ്ങിയാണ്. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതി തുടങ്ങാൻ കാരണം എന്താണ്? ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ രാജ്യത്തെ അടിസ്ഥാന വർഗ്ഗങ്ങളെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ലേ? അതേ പദ്ധതി SCP പദ്ധതിയായിട്ടല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ആ ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് വകുപ്പിനെ കൊണ്ട് മാറ്റിയിട്ട് ഇത് നേരെ നഗരസഭയ്ക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വിട്ടുകൊടുത്ത് എന്താ കുഴപ്പം? ഈ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ പണിയുന്ന മോണിറ്ററിംഗ് ആരാ? ഇപ്പോൾ അത് ജില്ലാ പഞ്ചായത്തല്ലേ നോക്കുന്നത്. നേരത്തെ നഗരസഭയായിരുന്നു, ജില്ലാ പഞ്ചായത്തല്ലേ അത് മോണിറ്റർ ചെയ്യുന്നത്. പണികൾ നടക്കുന്നുണ്ടല്ലോ, കോടികളുടെ പണികളല്ലേ നടക്കുന്നത്. സ്റ്റേഡിയം നടക്കുന്നില്ലേ? പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സുബല പാർക്കിൻ്റെ പദ്ധതി എന്തുകൊണ്ട് ഇങ്ങനെ ഇടഞ്ഞു നീങ്ങാതെ പണി നടക്കുന്നില്ലല്ലോ. അപ്പോൾ ആ വകുപ്പിനോട് കാണിക്കുന്ന ഉദാസീനതയാണ് ഗവൺമെൻറ്. അതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണോ സർക്കാരിൻ്റെ? ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമുണ്ട്, ഗവൺമെൻറ് അനാസ്ഥയുമുണ്ട്. കാര്യം നല്ല ഇച്ഛാശക്തിയുള്ള, അല്ലെങ്കിൽ നല്ല കഴിവുറ്റ, അല്ലെങ്കിൽ ഇതിനോട് ആത്മാർത്ഥമുള്ള ഈ പണികൾ പൂർത്തീകരിക്കണം എന്ന് ആത്മാർത്ഥമുള്ള ഒരു കളക്ടർ വന്നു കഴിഞ്ഞാൽ പദ്ധതി നടക്കും. അവരതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്താൽ പണികൾ നടക്കും, ഉറപ്പായിട്ട് നടക്കും. ഇപ്പോഴത്തെ കളക്ടറെ നമ്മൾ കാണുമല്ലോ. ഇപ്പോഴത്തെ കളക്ടറെ 2-3 പ്രാവശ്യം ഞാൻ പോയി കണ്ട് അദ്ദേഹത്തെ ഏത് ഫംഗ്ഷനിൽ ഞാനുള്ള ഫംഗ്ഷനിൽ അദ്ദേഹം വന്നതിന് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയാറുണ്ട്. അതേപോലെ 25 ലക്ഷം രൂപയ്ക്ക് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, അത് പാസ്സാക്കി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. 25 ലക്ഷം രൂപ കൊണ്ട് ഇതിനോട് എന്ത് ചെയ്യാൻ പറ്റും? കോടികളുടെ പദ്ധതിയാണ്. 25 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ അദ്ദേഹം എന്നോട് കളക്ടർ പറഞ്ഞത് 25 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് ഈ കൺവെൻഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിച്ചൺ സെൻറ്ററിൽ ഇതിനുള്ള എല്ലാ സാധനങ്ങളും സാമൂഹ്യ വിരുദ്ധർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ടാപ്പുകൾ കൊണ്ടുപോയി, വാഷ് ബേസും കൊണ്ടുപോയി, ക്ലോസറ്റ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി. ഇനി ഒന്നുമില്ല അവിടെ. അതിൽ ഫാൻ കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി. സാമൂഹ്യ വിരുദ്ധരെ മോഷണം കൊണ്ടുപോയി എല്ലാവരും. ഇനി അത് പൂർത്തീകരിക്കുന്ന 10-25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വീണ്ടും അത് ഫിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണം ചെയ്യാമെന്നാണ് കളക്ടർ പറയുന്നത്. അത് എത്രമാത്രം ഫലപ്രദമാകുമെന്നും പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വസ്തുവിൻ്റെ കയ്യേറ്റം വല്ലതും അങ്ങനെ വല്ലതും? വസ്തുക്കളൊന്നും കൈയേറിയിട്ടില്ല. ജനങ്ങളെ ഈ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വിട്ടുകൊടുത്തു. ബുദ്ധിമുട്ടുള്ളവർ കോടതി പോയി അവരതിൻ്റെ ഇൻസെൻറ്റീവ് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് ഗവൺമെൻറ് നടപടിക്രമങ്ങൾ കൃത്യമായി നടക്കുന്നത്. ഇപ്പോൾ ഇതിന് ബൗണ്ടറി തിരിച്ചു. ലക്ഷങ്ങൾ മുടക്കിയാണ് ഇതിൻ്റെ ബൗണ്ടറി തിരിച്ചിരിക്കുന്നത്. 5.5 ഏക്കർ സ്ഥലത്തിന് ബൗണ്ടറി തിരിച്ചിരിക്കുക. കാട് കയറി അവിടെ കിടക്കുക. ഈ ബൗണ്ടറി തിരിച്ചിട്ടിരിക്കുന്ന പാമ്പിനെ വളർത്താൻ വേണ്ടിയിട്ട്. അതാണ് ഇതിനകത്ത് യഥാർത്ഥ സംഭവം. നമുക്കൊരു നിർദ്ദേശമായിട്ട് എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടോ? നമുക്ക് നിർദ്ദേശം വെക്കാനുള്ളത്, ഈ പണികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പ്രോജക്റ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതൊരു പദ്ധതി ആവിഷ്കരിച്ചാൽ ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയബന്ധിതമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്താണ് മാർഗം? അത് ഏത് വകുപ്പിനെ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ട് നടത്താൻ പറ്റും? അങ്ങനൊരു പദ്ധതി, അത് പൂർത്തീകരിക്കത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് അതിനൊക്കെ ഇൻകമില്ല.
ആ ഇൻകം കൊണ്ട് അവരിത് പണിയാനോ ഒന്നും നടക്കത്തില്ല. ഇത് 4 or 5 പ്രാവശ്യം ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഇവിടുത്തെ സ്ഥല MLA മന്ത്രി എല്ലാവരും വന്ന് ഉദ്ഘാടനം ചെയ്ത അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അതിൽ പുറകിൽ വലിയ കിച്ചണ് ഇതെല്ലാം നിർമ്മിച്ച് വലിയ കസേരകൾ വിട്ട് നിർമ്മിച്ച് ഭയങ്കരമായൊരു ഓഡിറ്റോറിയം ആക്കിയിരിക്കുകയാണ്. ആ ഓഡിറ്റോറിയം വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് പോവുകയാണ് ഇപ്പോഴും. ഇതാണ് ഇവിടുത്തെ നടപടി. ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പട്ടികവർഗക്കാരെ കൊണ്ട് ഇത് ഒന്നും നടക്കത്തില്ല. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പം നഗരത്തിലുള്ള വലിയ ഒരു സ്ഥലം ഇപ്പോൾ കാട് കയറി നശിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ കുളത്തിലൊക്കെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇതിനകത്ത് കുട്ടികൾ മരിച്ചിട്ടുണ്ട്. 20 വർഷം കുട്ടികൾ 20 വർഷം മുമ്പ് മരിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആൾക്കാർ മരിക്കുന്നുണ്ട്. 15 വയസ്സുള്ള കുട്ടി മരിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായവർ മരിച്ചിട്ടുണ്ട്. കുളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ഇതിന് ഫെൻസിങ്ങും വേലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പിന്നെ സംസ്കരിച്ച് പ്രയോജനപ്രദമായ പ്രയോജനപ്രദമായ രീതിയിൽ ആൾക്കാർ എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലാക്കാനുള്ള പദ്ധതിയായിട്ടാണ് ഇതിനെയൊക്കെ സ്വാഗതം ചെയ്തത്. പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രചരണ ആയുധമാണ് സുബല പാർക്ക്. അത് പിന്നീട് നിലവിൽ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് സംഭവം. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു വോട്ട് ഹാച്ചറി എന്നുള്ള രീതിയിലാണ് സുബല പാർക്കിനെ എല്ലാ രാഷ്ട്രീയക്കാരും കാണുന്നത്. വോട്ടുണ്ടാക്കുന്ന ഒരു ഹാച്ചറി. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് വന്ന് ഇവിടെ കുറേ ഇലക്ഷങ്ങൾ മുടക്കി ഇത് SCP ചെയ്ത് വലിയ കണ്ടീഷനായിട്ടൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ടോയ്ലറ്റ് എല്ലാം പണിതു, എല്ലാം റെഡിയാക്കി. പിന്നെ വാട്ടർ ക്ലോസറ്റ്, അതായത് പിന്നെ ഈ പൈപ്പ് ലൈൻ അതിൻ്റെ പണിയും കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അതായത് സെപ്റ്റി ടാങ്ക്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് ഇതിപ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു കൺവെൻഷനോ പരിപാടിയോ കല്യാണങ്ങളൊക്കെ നടത്തണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല ഒരു പാർക്കിങ്ങുള്ള സൗകര്യങ്ങളില്ല, ഉള്ളതില്ല. അപ്പം വലിയ ഭീമമായ കാശും കൊടുക്കണം. അപ്പോൾ എല്ലാ സാധാരണപ്പെട്ടവർക്കെല്ലാം ഒരു മീറ്റിംഗ് നടത്താനോ കല്യാണങ്ങൾ നടത്താനോ ഒക്കെയുള്ളൊരു സംവിധാനമായിട്ട് നമ്മളിത് നോക്കി. അപ്പോൾ ചെറിയ കുറച്ച് മെയിൻ പണികളൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിലും തുടങ്ങുമായിരുന്നു. ഇപ്പം ഈ കുളമൊക്കെ വികസിച്ച് അവരുടെ ഫണ്ടില്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ, ഈ കാര്യം ചെയ്യാമായിരുന്നല്ലോ. ഇവിടെ ഒരു കൺവെൻഷൻ സെൻ്ററായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കൺവെൻഷൻ സെൻ്ററെന്ന്. ആ കൺവെൻഷൻ സെൻ്ററായിട്ട് നിലനിർത്തിയാൽ തന്നെ ഇവിടെ ഡെവലപ്പായി പോകില്ല. ആൾ വരുന്നതിന് ഇവിടെയൊക്കെ ഒന്ന് വികസിച്ചതിന് ഇതിങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിട്ട് മാറത്തില്ലായിരുന്നു. ഈ കോടികൾ വിലയുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഒരു വിഷമമുള്ള കാര്യമല്ല. കാരണം അത് നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കാത്ത അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം വിധിക്കുന്നതായിരിക്കും. അധികാരികളുടെ കെടുകാര്യസ്ഥത തന്നെയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞത്. ഈ വെട്ടിപ്പുറത്ത് ഏറ്റവും കൂടുതൽ വികസനമുള്ളൊരു സ്ഥലമാണിത്. ഇതൊരു നല്ല രീതി വന്നു കഴിഞ്ഞാൽ വെട്ടിപ്പുറത്തിൻ്റെ ഏറ്റവും നല്ലൊരു വികസനമായി മാറുമെന്നുള്ളതാണ്. അത് യാതൊരു സംശയമില്ല. പത്തനംതിട്ട പട്ടണത്തിൻ്റെ ഏറ്റവും കണ്ണായ ഭാഗമല്ലേ. ഇത്രയും സ്ഥലം എത്ര കോടി രൂപയുടെ മുതലാണ്. ഇവിടെ 2 പേര് മരിച്ചാണ് ഇവിടെ കുളത്തിൽ വീണ്. ഈ പട്ടികജാതി വകുപ്പിൻ്റെ കീഴിൽ ഇത്രയും ആസ്തിയുള്ള സ്ഥലം എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ ഉണ്ടോന്ന് തോന്നുന്നില്ല. പത്തനംതിട്ട വേറെ ഒരിടത്തും ഇല്ല. അതാണ് എൻ്റെ കാര്യം എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ നേരത്തെ പരിശീലന കേന്ദ്രത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ചേർന്ന് പഠിക്കാൻ വന്ന കൂട്ടത്തിൽ അങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു. ഇവിടുത്തെ ഹൈസ്കൂളിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു. ഇപ്പം സർക്കാർ എന്നത് വാടകയ്ക്കാണ് പോയി ഇപ്പം നടന്ന പത്തനംതിട്ട സിറ്റിക്കകത്ത്. ഇപ്പോൾ ഇവിടെ ആയിരുന്നു വാടകയ്ക്ക്, സർക്കാർ വാടകയ്ക്കൊന്നും പോകണ്ട. ഈ തയ്യൽ കേന്ദ്രം പരിശീലന കേന്ദ്രം വാടകയ്ക്ക് നടത്തണം. ഇപ്പോൾ വാടകയ്ക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട സിറ്റിക്കകത്ത്. മെഷീനൊക്കെ ഇവിടെ കിടന്ന് നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഇതിൽ ഈ പട്ടികജാതി സംഘടനകൾ ആരും പ്രതികരിക്കാനൊക്കെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നോ? ആരുടെയൊക്കെ പോയി പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. അവൻ പട്ടികജാതിക്കാരനല്ലയോ, അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറയും. അത് മറ്റു പ്രയോജനങ്ങളൊന്നും തന്നെ ഇല്ല. ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. ഈ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും ഈ സ്ഥലം എന്ന് പറയുന്നത് പട്ടികജാതി വകുപ്പിൻ്റെയാണ്. അത് മറ്റ് വകുപ്പുകൾക്ക് മാറ്റത്തിന് നാട്ടുകാരെ സംബന്ധിച്ച് എതിർപ്പുകളുമല്ലോ ഉണ്ടോ? അല്ല, ഇത് നമ്മൾ പട്ടികജാതിക്കാരുടെ ആകുമ്പോഴത്തേനും അവരുടെ തന്നെ കയ്യിൽ കടന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ. മറ്റ് ഇതിന് വിട്ടുകൊടുത്തിട്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇത് പട്ടിക വികസന വകുപ്പ് തന്നെ, അതായത് SC ST കയ്യിൽ തന്നെ കിടക്കണം. അവർക്ക് എങ്കിലേ ഈ പട്ടികജാതിക്കാർക്ക് ഇതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകത്തുള്ളൂ.
വേറെ ഒരു ഇതിനും വിട്ടുകൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനെ കൊടുത്താൽ ഈ വസ്തുവും ഈ ആസ്തിയും നഷ്ടപ്പെടും, തൊഴിലും നഷ്ടപ്പെടും. ഇത് അവരുടെ പട്ടികവർഗ ജാതിപ്പെട്ട ആൾക്കാരുടെ സ്വത്താണിത്. ഈ സ്വത്തെന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും കൈവിട്ട് പോകാൻ പാടില്ല. വേറെ ഒരു ഒരു ഏജൻസിക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. ഏജൻസിക്ക് മറ്റ് ജാതിപ്പെട്ട ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇതെങ്ങനെയായിരുന്നു തുടക്കം? എൻ്റെ ആദ്യഘട്ടത്തിലെ തുടക്കം എങ്ങനെയായിരുന്നു? സാർ, ഈ തുടക്കം പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ UDF ഭരിക്കുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു എൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. അന്ന് 10,000 ആൾക്കാർ ഇവിടെ വന്ന് പങ്കെടുത്തതാണ്. വളരെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹമാണെങ്കിൽ ഇതിനുള്ള എല്ലാ ഇതും ഡെവലപ്പാക്കി എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. അതിപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇത് ഭരണം മാറിയപ്പോഴത്തേക്കിന് ഇത് അനുവദിച്ച പൈസ എല്ലാം പോയി. അന്ന് അതാണ്ട് 5 കോടി രൂപയോളം അനുവദിച്ചാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ പിന്നെ തുടർച്ചയായിട്ട് ഭരിച്ചിരുന്നെങ്കിൽ ഇത് ഡെവലപ്പായാണ്. പക്ഷേ UDFൻ്റെ ഭരണം പോയപ്പോഴത്തേക്കിന് ഇവർ ആ പൈസ മൊത്തം ക്യാൻസൽ ചെയ്തെന്നുള്ളതാണ് കഴിഞ്ഞ അതിൻ്റെ ഇത് പറയുന്നത്. അവർക്ക് പിന്നെ മറ്റ് വന്ന മന്ത്രിസഭയ്ക്ക് അതിനുള്ള താല്പര്യമില്ല. ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്താണോ? അതെ. ഇത് കണ്ടമായിരുന്നു. ഇതെല്ലാം മണ്ണിട്ട് നികത്തി റെഡിയാക്കി എടുത്തതാണ്. ഇതിനിപ്പുറത്തെ സ്ഥലം വരെ സ്വകാര്യ വ്യക്തികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഈ പാർക്കിൻ്റെ പരിപാടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വിൽക്കുവാനോ യാതൊരുവിധ കൃഷിസാധ്യതകൾ ചെയ്യാനോ ഒന്നും പാടില്ല എന്ന്. ഈ റോഡ് സൈഡിലുള്ള ഈ അങ്ങേറ്റം വരെ ഇതിപ്പോൾ 5.5 ഏക്കർ പുരയിടമുണ്ട്. ഈ 5.5 ഏക്കർ പുരയിടം കൂടാതെ ഈ വസ്തു കൂടി അക്വയർ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അവർ. പട്ടികജാതി വകുപ്പിന് കോടികൾ ആസ്തിയുള്ള ഭൂമിയുണ്ട്. ഉണ്ട്. പക്ഷേ പട്ടികജാതിക്കാരെ കൊണ്ട് നേരിടാനോ നടത്താനോ ഒന്നും സാധ്യമല്ല. ഇത് വാസ്തവത്തിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് തന്നെ ഏറ്റെടുത്ത് വേണ്ടത് ചെയ്യുക. മനസ്സിലാകുമാരി ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് വേണ്ടിയാണ് ഈ സ്ഥലം പിടിച്ചത്. പിന്നെ ആരോ എങ്ങനെയോ പട്ടികവർഗക്കാരുടെ മണ്ടിലാക്കി വെച്ചു. ഇത് തെറ്റായ ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അല്ല, അവർക്ക് വേണ്ടി തൊഴിലിന് വേണ്ടിയാണല്ലോ തുടങ്ങിയത്. തെറ്റായെന്ന് പറയുമ്പോൾ പക്ഷേ 25 വർഷമായി പട്ടികവർഗക്കാർ എത്ര പേര് ഇതിനകത്ത് വിശദമായി നല്ല രീതിയിൽ ജോലി ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അല്ല, അതൊരു നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം സർക്കാർ കൊണ്ടുവന്ന പ്രോജക്റ്റ് അവർക്ക് അവരുടെ ഇതിന് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം അവർക്ക് വേണ്ടിയില്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് തന്നെ കൊടുക്കുന്നതല്ലേ അല്ലേ? പക്ഷേ അവരിതിന് പ്രക്ഷോഭത്തിനോ ഇതുവേണ്ടി നടത്തണമെന്നുള്ള ഒരു ആക്ഷൻ എടുത്തുകൊണ്ടോ ഒന്നിനും വരുന്നില്ലല്ലോ ഇതുവരെ. പട്ടികജാതിക്കാർ ഒരെണ്ണം പോലും ഇതിനകത്ത് അടുക്കുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിലുള്ള നാട്ടുകാരെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ചാനലുകാർ വരും, ഒരു ഇൻ്റർവ്യൂ കൊടുക്കും, എല്ലാം കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പട്ടികക്കാർ ഒരു കാര്യത്തിന് വേണ്ടി സമരവും മറ്റു കാര്യങ്ങളും ആവശ്യമായിട്ട് നിൽക്കുന്ന ഈ പ്രക്ഷോഭങ്ങളോട് സംഘടിപ്പിച്ച സമയത്ത് എല്ലാ ആൾക്കാരും, ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും നാടിൻ്റെ ഒരു വികസനം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ ജാതി മതസ്ഥരും ആ സമരത്തിൽ പങ്കെടുത്തവരെ പല പ്രാവശ്യം സമരങ്ങൾ നമ്മുടെ കളക്ടറേറ്റിലേക്കുള്ള സമരങ്ങൾ നടത്തുന്നത്. കളക്ടറാണ് ഇതിൻ്റെ ചെയർമാൻ. ഈ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കളക്ടറാണ്. അത് കാലാകാലങ്ങളിൽ വന്ന കളക്ടർമാരാണ്. അങ്ങനെയാണ് സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ സമരങ്ങൾ നടത്തുമ്പോൾ നമ്മളൊരു നിവേദനം കൊടുക്കും. ആ നിവേദനം അതോടുകൂടി അത് അവസാനിച്ചു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു വിധമാകുന്ന അറിയിപ്പുകളോ അല്ല മറ്റു കാര്യങ്ങളോ ഒന്നും കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാവും. വരുന്ന കാലാകാലങ്ങളിൽ വരുന്ന കളക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ കുട്ടിക്കും കൊച്ചുമക്കളുണ്ടായിട്ട് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. 2 തലമുറ 3 തലമുറ കഴിഞ്ഞിട്ടും ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. ഇതിനകത്ത് ഒരു അപേക്ഷ നമുക്കുള്ളത്, നമ്മുടെ ഈ ഇവിടുത്തെ നിയമസഭാ മണ്ഡലത്തിനെ പ്രതികരിക്കുന്നത് ശ്രീമതി വീണ ജോർജാണ്, MLA. കേരളം ഭരിക്കുന്ന മന്ത്രിയാണ്. ആ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയോട് വലിയ സ്വാധീനമുള്ള ആളാണ്. ശ്രീമതി വീണ ജോർജ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ദ്രുതഗതിയിൽ തന്നെ ഈ പണികൾ പൂർത്തീകരിക്കാനുള്ള നടപടി എടുക്കുവാൻ കഴിയും. പക്ഷേ MLA സംബന്ധിക്കുന്ന MLA ഈ മണ്ഡലത്തിൽ വന്നിട്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ കണ്ട് ഈ വിവരങ്ങൾ അന്വേഷിച്ച് അടിയന്തരമായി സ്ട്രിക്റ്റായിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി ഇത് ഒരു കൊല്ലം 6 മാസം കൊണ്ട് ഈ പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അവർ ജനപ്രതിനിധി എന്നുള്ളതിൽ പറയാനുള്ളത്, ഇവിടുത്തെ നിയമസഭാ മണ്ഡലത്തിലെ MLA ഒരു പണിയും ചെയ്യേണ്ട. ഈ സുബല പാർക്ക് മാത്രം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ MLAക്ക് ഒരു വലിയ അസറ്റായി മാറും എന്നുള്ള കാര്യം യാതൊരു തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് MLA ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കളക്ടർക്കും മുഖ്യമന്ത്രിക്കോടും ഒക്കെ സംസാരിച്ചിട്ട് ഇതിൻ്റെ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഈ ഫണ്ട് വെച്ചുകൊണ്ട് ഈ പണികൾ പൂർത്തീകരിക്കാൻ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ പൂർത്തീകരിക്കാനുള്ള നടപടി ചെയ്യും. 2 ടേമായില്ല ഈ ഇടതുപക്ഷം ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഉമ്മൻചാണ്ടി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ 4 കോടി രൂപ വെച്ചിരുന്നതാണ്. ആ 4 കോടി രൂപ LDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ 4 കോടി രൂപ ഇല്ല, ആ മാറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനും പറയുന്ന ഒരു മനുഷ്യനില്ല. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലായി പോയതുകൊണ്ട് മാത്രമാണ്. വേറെ ഏത് വകുപ്പായാലും ഇത് ഈസിയായിട്ട് നടന്നു പോയതിന്.
എത്രയോ പദ്ധതികൾ നമ്മുടെ നഗരത്തിൽ നടക്കുന്നു, ഇവിടെ ഈ ജില്ലയ്ക്കകത്ത് നടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലുള്ള സുബല പാർക്കിൻ്റെ പണികൾ മാത്രം എത്ര കാലങ്ങളായിട്ട് ദൃശ്യ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു? ഇതൊക്കെ ഇവിടുത്തെ ഭരണകർത്താക്കൾ കാണുന്നില്ലേ? ഇവിടുത്തെ ജനപ്രതിനിധികൾ കാണുന്നില്ലേ? രാഷ്ട്രീയക്കാർ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇതിനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് പട്ടികജാതി വികസന വകുപ്പിൻ്റെ പട്ടികജാതി അവർ നന്നായില്ലെന്താ. ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞല്ലോ, പട്ടികജാതിക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിച്ച് അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റോറിയം എടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് പത്തനംതിട്ടയിൽ. ആ 1.5 ലക്ഷം രൂപ മുടക്കാൻ ഇവർക്കുണ്ടോ? 1.5 ലക്ഷം രൂപ കൊണ്ട് അവർ കുട്ടിയെ കല്യാണം കഴിച്ചു വിടും. എന്നിട്ട് ഈ പാർക്ക് ഈ കൺവെൻഷൻ സെൻ്റർ തുറന്ന് കൊടുക്കുകയാണെങ്കിൽ 10,000, 2,000, 3,000 രൂപയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, കിച്ചണുണ്ട്, പിന്നെ ബാത്റൂം സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഇത് പണിഞ്ഞിട്ടിരിക്കുന്നത്. വെറുതെ പാമ്പിനും പട്ടിക്കും പൂച്ചയ്ക്കും സാമൂഹ്യ വിരുദ്ധർക്കും കയറി അഴിഞ്ഞാടാനുള്ള ഒരു പ്രദേശമാക്കി സർക്കാർ ചിലവ് പണിഞ്ഞിട്ട് കൊടുത്തിരിക്കുക. നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് ഇത് മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയോ സമരങ്ങൾ കളക്ടറേറ്റ് മുമ്പിൽ നടത്തിയിട്ടുണ്ട്. ഈ ആരാൻ്റെ നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആര് കളിച്ചാൽ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് നമ്മൾ സമരം ചെയ്യുന്നത് അവർക്ക് ആ ഒരു തണലായിട്ട് അവർ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ MLA ഇതിനകത്ത് മുൻകൈ എടുത്ത് MLA ഈ ജില്ലക്കാരിയല്ലേ, ഈ മണ്ഡലത്തിലുള്ള ആളല്ലേ. MLA ഈ മണ്ഡലത്തിലല്ല താമസിക്കുന്ന MLA ഈ പട്ടണത്തിൽ വളർന്നിട്ടുള്ള ആളല്ലേ. അപ്പോൾ തീർച്ചയായും MLAയുടെ അമ്മ ഈ നഗരസഭയുടെ മുനിസിപ്പൽ കൗൺസിലർ മന്ത്രിക്ക് അടക്കമുള്ള MLA വീണ ജോർജ് അടക്കമുള്ളവർക്ക് അനാസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. വീണ ജോർജുമായിട്ട് പല പ്രാവശ്യം ഇത് സംസാരിച്ചു, സുബല പാർക്കിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് കളക്ടറേറ്റിൽ പിന്നെ പോയി വീണ ജോർജിൻ്റെ ഒരു അദാലത്ത് സംഘടിപ്പിച്ച് പോയി സംസാരിച്ചിട്ടുണ്ട്. ചിറ്റയം ഗോപകുമാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. ചിറ്റയം ഗോപകുമാറാണ് ലാസ്റ്റായിട്ട് കൺവെൻഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഓർത്തോണം. ഓൺലൈനായിട്ട് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ചിറ്റയം ഗോപകുമാറാണ് ഇവിടെ അതിന് പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നത്. അദ്ദേഹത്തോട് നമ്മൾ അന്നേരം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അത് ഉടനെ ശരിയാക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളത്. ഇതുവരെയായിട്ട് യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഇത് ഈ പട്ടികജാതി വകുപ്പിൻ്റെ കയ്യിൽ നിന്നും നഗരസഭയ്ക്ക് കൈമാറാനുള്ള നഗരസഭയ്ക്ക് കൈമാറിയാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയിൽ പൂർത്തീകരിക്കും, ഉറപ്പായിട്ട് പൂർത്തീകരിക്കും. കാര്യം നഗരസഭയ്ക്ക് വലിയൊരു അസറ്റാണിത്. പത്തനംതിട്ട നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% അത് ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഏൽപ്പിക്കട്ടെ, ടൂറിസം വകുപ്പിനാണെന്നാൽ ടൂറിസം വകുപ്പിനെ കൊണ്ട് മൊത്തം ചെയ്യിപ്പിക്കട്ടെ. എത്ര ആൾക്കാർക്ക് ജോലി കിട്ടേണ്ട സംഭവമായത്. ഇത് സെക്യൂരിറ്റി ഇല്ല, ഇവിടെ സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട്, സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അവനും ഉണ്ടാൻ പറ്റില്ല. രാത്രി അവനെ കൊണ്ടിട്ട് ആരും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകും. നാട്ടുകാർ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ്, ഈ പദ്ധതി ഇങ്ങനെ കിടക്കുന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്, അതെന്താണെന്നുള്ളത് പഠിച്ച് അതിന് അടിയന്തരമായി നടപടി സ്വീകരിച്ചുകൊണ്ട് പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കണം ഗവൺമെൻറ്റും ഈ ജില്ലാ ഭരണാധികാരികളും. ഈ തുടക്കത്തിൽ ഇതിനകത്ത് തയ്യൽ മെഷീനും പരിശീലന കേന്ദ്രമൊക്കെ എത്ര നാൾ നടന്നിരുന്നത്? സാറേ ഒരു വർഷത്തിൽ കൂടുതൽ നടന്നായിരുന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തത്. അത് വളരെ ഗംഭീരമായ രീതിയിൽ ഭയങ്കര ആഘോഷപരമായിട്ടുള്ള രീതിയിലാണ് ഇത് നടത്തിയതെന്ന്. എന്നിട്ട് അതുകൊണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഇവിടെ ഈ 100 കുട്ടികൾ കൂടുതലുണ്ടായിരുന്നു, പെൺകുട്ടികൾ ഇവിടെ ഈ തയ്യൽ ഇത് പഠിക്കാൻ വേണ്ടി. ഒരു വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു, 1.5 വർഷത്തോളം എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് ശേഷമാണ് ഇത് പിന്നെ ഒരു ഇത് ഒന്നുമില്ലാതെ മാറുവാണ്. ഈ ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനറി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. മെഷീനറി മൊത്തം നശിച്ചു പോയെന്നുള്ളതാണ്. ഇത് തുടർന്നു പോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് ഈ ആൾക്കാർക്ക് ഈ പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ പട്ടികജാതിപ്പെട്ടവർക്ക് ഇതിൽപ്പെട്ട പെൺകുട്ടികൾക്കും ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ പല ജോലികൾ ഈ തയ്യൽ പോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലും പരിശീലനം കൊടുക്കാൻ പറ്റിയമായിരുന്നുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനറി ഐറ്റംസ് ഇതിൻ്റെ നശിച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണത്. വളരെ നല്ല രീതി അന്ന് ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിലാണ് ഇത് അന്ന് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അന്ന് 4 കോടി രൂപ 5 കോടി രൂപയാണ് അനുഭവിച്ചതാണ്. എനിക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അന്ന് വളരെ ഗംഭീരമായ രീതിയിൽ അന്ന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ വന്ന്. ഞങ്ങളെല്ലാം വളരെ സന്തോഷിച്ചാണ് കഴിഞ്ഞാൽ വെട്ടിപ്പുറത്ത് ഇത്ര ഒരു വികസനം വരുന്നല്ലോ എന്നുള്ളത്. പക്ഷേ അതിന് ശേഷം ഉമ്മൻചാണ്ടി സാറ് മാറി അടുത്ത ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കിന് ഇത് മൊത്തം ഇല്ലാതായമാണ് ചെയ്തത്. മൊത്തം അവർ നശിപ്പിച്ചു, മറ്റേ അടുത്ത ഗവൺമെൻറ് വന്ന് നശിപ്പിച്ചു. അതാണ് പറഞ്ഞാൽ മതി. ഈ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാണോ ഇതിൽ? തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെയും അനാസ്ഥ തന്നെയാണ് ഇതിന് കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വീണ ജോർജ് എന്ന് പറയുന്നത് ഈ 10 വർഷമായി. ആദ്യം 5 വർഷം MLA ആയിരുന്നു, ഇപ്പോൾ MLA മന്ത്രിയും കൂടാണ്. നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ മന്ത്രി തന്നെയാണ്. അവർ വിചാരിക്കുവാണെങ്കിൽ വളരെ ഈസിയായിട്ട് ഇത് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവർക്കൊന്നും ഇതിൽ യാതൊരു താല്പര്യമില്ല. പട്ടികജാതിക്കാർക്കൊന്നും ഇല്ലെങ്കിലും കോരന് കൊമ്പുകളിൽ തന്നെയല്ലേ കഞ്ഞി. ഞങ്ങൾ ശക്തമായ സമര നടപടികളായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൊതുസ്വത്ത് ഇവിടെ കിടന്ന് ഇത്രയും നഷ്ടപ്പെട്ടു പോകുന്നതിലൊക്കെ ഞങ്ങൾക്ക് തന്നെ ദുഃഖമുണ്ട്. പട്ടിക വികസന വകുപ്പിൻ്റെ കീഴിൽ കിടക്കുന്ന ഈ സ്ഥലം ഇവിടെ അതിന് ചുറ്റുപാടും ആ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊക്കെ അത് നടത്തണമെന്നായിരുന്നു ഇതാദ്യമേ ചെയ്തു വെച്ചത്. അവരുടെ തൊഴിൽ സംരംഭങ്ങളും അങ്ങനെ. അപ്പോൾ അവർക്കൊന്നും പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ ഏറ്റവും നല്ല ഒരു പത്തനംതിട്ട പട്ടണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഇത്. ഇതൊരു നല്ല സ്ഥലം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിംഗ് റോഡിൻ്റെ ചുറ്റുഭാഗത്ത് ഇല്ലയെന്ന് വേണം പറയാൻ. പെട്ടെന്ന് എത്തിപ്പെടാനും ഒക്കെ ഉള്ള
അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് ഞങ്ങൾ നാട്ടുകാരുടെ തീരുമാനം. ഈ കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ നാശമായത്. അതെ, കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മുടെ പൊതുസ്വത്തല്ലേ. ഈ പൊതുസ്വത്ത് ഇങ്ങനെ പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടതല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടി അല്ലല്ലോ, മൊത്തം എല്ലാവർക്കും ഉപയോഗപ്പെടുന്നത് ഒരു സംഗതിയല്ലേ ഇത്. ഇതിനകത്ത് രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് ജനങ്ങൾക്ക് ഗുണമാകുന്ന രീതിയിൽ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഇത് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥർക്ക് ഇത് അവർക്ക് ശമ്പളം വാങ്ങി പെൻഷൻ വാങ്ങി വീട്ടിൽ പോയിരിക്കണമെന്നുള്ള ആഗ്രഹമല്ല ഉള്ളൂ. ഇതൊന്നും ചെയ്യണമെന്നോ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഫണ്ടുണ്ടല്ലോ. പട്ടിക വികസനത്തിനാണോ ഫണ്ടില്ലാതെ? ഇഷ്ടംപോലെ ഫണ്ടുള്ള വകുപ്പാണ്. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ വേണ്ടപ്പെട്ടവർ അത് ചെയ്യുന്നില്ല, ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നില്ല എന്നുള്ള. അല്ലാതെ ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇത് ചെയ്യേണ്ടതെന്നും പറഞ്ഞതായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഗവൺമെൻറ് അത് ചെയ്യേണ്ടതെന്ന് പറയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അവർ ഓൾറെഡി ഇതിൻ്റെ ഫണ്ടെല്ലാം ഇത് പല പ്രാവശ്യം ഇതിന് ഫണ്ട് വിടുകയും ഇതിൻ്റെ കെടുകാര്യസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കെടുകാര്യസ്ഥ, അത്രയേ ഉള്ളൂ. ഇതിന് എല്ലാ വർഷവും ഇതിന് ഫണ്ട് കൊടുക്കുകയും ഇതിന് ഫണ്ട് ഇപ്പോഴും ലാപ്സായി കിടപ്പുണ്ട് ഫണ്ട്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യിക്കണം. അതാണ് അതിൻ്റെ വേണ്ടത്. ഇപ്പം തന്നെ നമ്മുടെ പത്തനംതിട്ട പല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ പണി നടക്കുന്നുണ്ടല്ലോ. ഗവൺമെൻറ് ആശുപത്രിയുടെ പണി നടക്കുന്നുണ്ടല്ലോ. സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ. ഇതെന്താണ് പ്രശ്നം? ഇത് ഈ രാജ്യത്തുള്ളതല്ലേ? ഈ രാജ്യത്തിൻ്റെ സ്വത്തല്ലേ ഇത് ജനങ്ങളുടെ സ്വത്തല്ലേ? സർക്കാരിൻ്റെ സ്വത്തല്ലേ? അപ്പോൾ ഗവൺമെൻറ് അങ്ങനെയാണെങ്കിൽ ഇത് വേറെ പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ, വല്ല അംബാനിക്കോ അദാനിക്കോ എല്ലാം കൊടുത്തായിരുന്നെങ്കിൽ അവരിഷ്ടം പോലെ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ട് സർക്കാരിന് തന്നെ അവർ ഇത് വാടക കൊടുത്തനല്ലോ. അങ്ങനെയുള്ളതും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നില്ല. നമ്മുടെ എയർപോർട്ടൊക്കെ അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തിന്നുകയില്ല തീറ്റിക്കുകയില്ല എന്നുള്ളൊരു നിലപാടാണ്. ഇത്രയും നല്ലൊരു സ്ഥലം വെറുതെ കിടന്ന് സാമൂഹിക വിരുദ്ധരും ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ്. ആർക്കും ഗുണമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വർഷവും ചടങ്ങ് പോലൊരു പരിപാടി ഉണ്ടാക്കും, കുറച്ച് പൈസ മുടക്കും, പിന്നെ ആ വഴിക്ക് പോകും. നല്ല ഏജൻസിയെ തന്നെ ഏൽപ്പിക്കണം. എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ സിവിൽ കൺസ്ട്രക്ഷൻ്റെ നല്ല ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിർമ്മിതി കേന്ദ്രമാണ്. നിർമ്മിതി കേന്ദ്രം എന്തെങ്കിലും ഒരു പരിപാടി നല്ലതായിട്ട് ചെയ്ത് തീർത്തായിട്ടുള്ള നോക്കുമല്ലോ അറിയാം. അവർ ചെറിയ ലോറി ബേക്കർ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. അവർ ചെറിയ വില കുറഞ്ഞ വീടുകളുണ്ടാക്കിയുള്ള ശീലമുള്ള എനിക്കതേ അറിയാവൂ. ഇപ്പോൾ വലിയ പദ്ധതികളൊന്നും ചെയ്തുള്ള ശീലമൊന്നും അവർക്കുണ്ടാകണമെന്നില്ല. അവർ തന്നെ ഇത് വേറെ ഏജൻസിക്ക് കൊടുക്കുകയാണ്. അവരുടെ കമ്മീഷൻ വാങ്ങിയിട്ട് അവർ വേറെ കോൺട്രാക്ടർമാർക്ക് കൊടുത്ത് ചെയ്യുക. ഈ കൺസൾട്ടൻസി പരിപാടി പോലെ. അല്ലാതുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ തന്നെ ഹൈവേ ഒക്കെ പണിയുന്നില്ലേ? ഇവിടെ എയർപോർട്ട് പണിയുന്ന ഏജൻസികളില്ലേ? ഇവിടെ നമ്മുടെ ഊരാളുങ്കിലൊക്കെ ഇല്ലേ? അവരൊക്കെ എത്ര നല്ലപോലെ പരിപാടി ചെയ്യുന്നവർ. അങ്ങനെയുള്ള നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ആരെയും ഏൽപ്പിക്കണം ഈ പരിപാടി, ഇതിൻ്റെ ചുമതല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്നാലേ ഇത് തീരുകയുള്ളൂ. കടുത്ത അമർഷത്തിലാണ് പ്രദേശവാസികൾ. അതുപോലെ തന്നെ പട്ടിക സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും സുബല പാർക്ക് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടികജാതി വകുപ്പിലെ നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രദേശവാസികളും ഒന്നടങ്കം പറയുന്നത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ അധികൃതരുടെയും അനാസ്ഥയാണ് ഇത്തരത്തിൽ വലിയൊരു പദ്ധതി ഇല്ലാതാവാൻ കാരണമെന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികൾ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18.